പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ വ്യക്തമായിട്ട് ഓരോ ക്രിസ്ത്യാനിയും ഹൃദയത്തിൽ മുദ്രയായിട്ട് ഉറപ്പിക്കുകയും ജീവിതത്തിൻ്റെ നിയമമായി കൊണ്ടു നടക്കുകയും ചെയ്യേണ്ട ഒരു വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇത് ശരിക്കും പറഞ്ഞാൽ കർത്താവ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു വചനത്തിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി വചനമായിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനായിട്ടൊക്കെ നമുക്ക് എടുക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ തന്നെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ തിരുവചനം 34 ഇങ്ങനെ തുടങ്ങും. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ക്രിസ്ത്യാനിയാണെന്ന് ഒരാൾ തിരിച്ചറിയപ്പെടേണ്ടത് അവൻ്റെ സ്നേഹം കൊണ്ടാണ്. കർത്താവ് അതാ പറയണത്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ട്. കാണുന്നവർക്കൊക്കെ തോന്നണം നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന്, അവൻ്റെ സ്വന്തമാണെന്ന്. അതിന് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. പറയിപെറ്റ പന്തിരകുലത്തിൻ്റെ കഥയിൽ 12 പേരും പരസ്പരം തിരിച്ചറിയണത് അവരുടെ നെറ്റിയിൽ തെളിഞ്ഞു കിടന്നിരുന്ന ഒരു വെളിച്ചം കൊണ്ടാണ്. പലയിടങ്ങളിലായിട്ട് അമ്മ പ്രസവിച്ചിട്ട കുഞ്ഞുങ്ങൾ പലരുടെ കൈകളിലായിട്ട് വളരുന്നു. അവസാനം വലുതാകുന്ന നേരത്ത് അവർക്ക് പരസ്പരം മനസ്സിലാവുന്നു, വേറൊരാൾക്കും പിടിയിട്ടുന്നില്ല. അവർക്ക് പരസ്പരം മനസ്സിലാകുന്നത് ഇവര് സഹോദരങ്ങളാണെന്ന് മനസ്സിലാവുന്നത് അവരുടെ നെറ്റിയിൽ ഉദിച്ചു കിടന്നിരുന്ന ഒരു പ്രകാശത്തിലാണ്. ഇതേ പ്രകാശം ക്രിസ്ത്യാനിക്ക് സ്നേഹമാണ്. ഈ ലോകത്തെവിടെ പോയാലും ക്രിസ്ത്യാനി എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം അത് സ്നേഹമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയുന്ന കർത്താവ് പറഞ്ഞേക്കണേ. ഇന്നത്തെ 1-ാമത്തെ വായന വലിയൊരു വാദപ്രതിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുക. തലേ ദിവസത്തെ 1-ാം വായനയിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ പരിച്ഛേദനത്തെക്കുറിച്ചാണ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ പൗലോസ്ലീഹ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്: ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കെന്നതുപോലെ പരിച്ഛേദനം സ്വീകരിക്കാത്തവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവർ അംഗീകരിച്ചല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. അപ്പോൾ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ വ്യത്യാസമില്ലാതെ കർത്താവ് അവർക്ക് ആത്മാവിനെ നൽകി. നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചില്ല. അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുകം ഇപ്പോൾ ശിഷ്യരുടെ ചുമലിൽ വച്ച് കെട്ടി എന്തിന് ദൈവത്തെ നമ്മൾ പരീക്ഷിക്കുന്നു. അതുപോലെ അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ സ്നേഹം നഷ്ടപ്പെടുത്തി കളയാതെ മറ്റുള്ളവരുടെ, കർത്താവ് എനിക്ക് തന്ന സ്നേഹം, കർത്താവ് എനിക്ക് തന്ന കരുതല്, കർത്താവ് എനിക്ക് തന്ന അംഗീകാരം, അത് മറ്റുള്ളവർക്കും കർത്താവ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് അപ്പോസ്തലൻ കൂടെയുള്ളവരെയൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമ്മളെ ഹൃദയം അറിയുന്ന ദൈവം അവരുടെയും ഹൃദയം അറിയുന്നു. അത് തമ്മിൽ ഒരു വ്യത്യാസവും കൽപ്പിക്കാത്തത് കൊണ്ട് അവിടുന്ന് ആത്മാവിനെ വരെ നൽകുന്നു. കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരേപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്ന എൻ്റെ പിതാവിനെ കുറിച്ചിട്ട്. ആ സ്നേഹത്തെ ജീവിക്കാനാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്നേഹമായി പെയ്തിറങ്ങുന്ന മഴയായി അവരുടെ ജീവിതത്തെ വേനലിൽ പൊള്ളലേൽക്കാതെ കാത്തു സംരക്ഷിക്കുന്ന കരുതലായി ജീവിക്കാനായി ക്രിസ്ത്യാനിക്ക് ബാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹിക്കാതെ എങ്ങനെയാണെന്ന് ക്രിസ്തുവിൻ്റെ സ്വന്തമാണെന്ന് പറയണേ. സ്നേഹമില്ലാതെ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണേ? സ്നേഹത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് അവൻ്റെ ശിഷ്യനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണേ? സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ഒരു അവൻ്റെ നെഞ്ചിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന അവസ്ഥയിലാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഒരാൾ പിന്നെ ക്രിസ്തുവിൻ്റെതല്ല ശരിക്കും. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാരുടെ പ്രാർത്ഥനകൾക്കൊപ്പം ചേർത്ത് ഞങ്ങളെ നമ്മളുടെ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ സമർപ്പിക്കുകയാണ്. കർത്താവ്, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ആദിമകാല ക്രിസ്ത്യാനികളെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന കോംപ്ലിമെൻ്റ് അത് തന്നെയായിരുന്നു. അവരെ പരസ്പരം ഒന്നും സ്വന്തമായിട്ട് വെച്ചില്ല, എല്ലാം വിറ്റ് പരസ്പരം എല്ലാവർക്കും ഷെയർ ചെയ്തു. ആർക്കും ഒന്നും ഇല്ലാതിരുന്നില്ല.
ഈ സ്നേഹമൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ളവരെ ഇവരെ തിരിച്ചറിഞ്ഞിരുന്നത്. ഇവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞവൻ്റെ, പാദം കഴുകിയവൻ്റെ, സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം കുരിശിൽ ബലിയായി അർപ്പിച്ചവൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ലോകം മനസ്സിലാക്കിയിരുന്നൊരു കാലമുണ്ടായിരുന്നേ. ഇന്ന് നമ്മുടെ പരസ്പരമുള്ള സംസാരങ്ങളും ചേർത്ത് പിടിക്കലുകളും അവരെ ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്നേഹം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ ഇടവകകളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സ്വർഗത്തിൻ്റെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് ആശീർവദിക്കണമേ എന്ന്. എൻ്റെ ഓരോ നടപ്പും, എൻ്റെ ഓരോ വാക്കും, എൻ്റെ ഓരോ പ്രവൃത്തികളും, ഓരോ നോട്ടവും, ഓരോ ചേർത്ത് പിടിക്കലുകളും സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യവും അടയാളവുമാക്കി തീർക്കാൻ കർത്താവെ ആശീർവാദം നൽകണമേ എന്ന് സ്നേഹം തന്നെയായ തമ്പുരാന്റെ തിരുമുൻപിൽ മുട്ടിന്മേൽ നിന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ ആശീർവാദം പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവന്റെ കൽപ്പന അത് മാത്രമായിരുന്നു, സ്നേഹിക്കാൻ. അവൻ കാണിച്ചു തന്നത് മുഴുവനും അതേ കാര്യം തന്നെയായിരുന്നു, സ്നേഹം പ്രകടിപ്പിക്കാൻ. അവന്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയായിരുന്നു, സ്നേഹമായി മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാവാൻ. കർത്താവെ, കണക്ക് പറയാത്ത, പരാതികളില്ലാത്ത അവിടുത്തെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരാൻ ഞങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ വിശുദ്ധമായ സ്നേഹം അയക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ രാത്രി ഉറക്കത്തിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.